തിരുവനന്തപുരം കരകുളത്ത് SDPയുടെ ഒരു ആംബുലൻസ് അടിച്ചു തകർത്തു. ഇന്നലെ രാത്രിയാണ് മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ആംബുലൻസ് തകർത്ത് കളഞ്ഞത്. ആംബുലൻസ് അടിച്ചു തകർക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആംബുലൻസൊക്കെ അടിച്ചു തകർക്കുന്നതിൻ്റെ വിവരദോഷം ചില്ലറയല്ല. എന്തായാലും ആംബുലൻസിനെ അടിച്ച പോലെ ഒരു അടി ആ മോന്തയ്ക്കും കിട്ടേണ്ടതാണ്. ശരിക്കും നമുക്ക് അക്രമം പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ, നിയമമില്ലല്ലോ. അതുകൊണ്ട് പോട്ടെ. അപ്പോൾ ഇന്ന് പുലർച്ചെ DYFയുടെ ഒരു ആംബുലൻസും കത്തിച്ചിരുന്നു. റിനു ശ്രീധർ തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. റിനു, ഈ ആംബുലൻസ് അടിച്ച് തകർത്ത DYFയുടെ ആംബുലൻസും പോയി, SDPയുടെ ആംബുലൻസും അടിച്ച് തകർത്തു. അപ്പോൾ DYFയുടെ ആംബുലൻസിൻ്റെ അത് കത്തിക്കുന്ന രംഗമാണ് ഇപ്പോൾ കണ്ടത്. അത് കത്തുന്ന കണ്ടില്ലേ? അപ്പോൾ ഈ ആംബുലൻസിനോടൊക്കെ അക്രമം ചെയ്യുന്ന ആരാണാവൂ? റിനു ശ്രീധർ, ആരാണാവൂ? ഈ കരകുളം പ്രദേശത്ത് രണ്ടാഴ്ചയായി CPM-ഉം അതുപോലെ തന്നെ SDP പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിൽ സംഘർഷം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി രണ്ട് CPM പ്രവർത്തകർക്ക് മർദ്ദനമേറ്റിരുന്നു. SDPI ആണ് മർദ്ദിച്ചത് എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. അതിനുശേഷമാണ് 11 മണിയോടുകൂടി കരകുളത്ത് SDPIയുടെ ആംബുലൻസ് അടിച്ചു തകർക്കുന്നത്. വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ആംബുലൻസ് ആണ് മുഖംമൂടി ധരിച്ചെത്തിയ യുവാക്കൾ, ബൈക്കിലെത്തിയ സംഘം അടിച്ച് തകർത്തത്. അത് DYFI പ്രവർത്തകരാണ് എന്നുള്ളതാണ് SDPI ആരോപിക്കുന്നത്. അതിനുശേഷം 12 മണിയോട് കൂടിയാണ് നെടുമങ്ങാട് നഗരത്തിൽ, അതായത് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ആംബുലൻസ് കത്തുകയും ചെയ്തത്. അത് SDPI പ്രവർത്തകരാണെന്നാണ് CPM ആരോപിക്കുന്നത്. എന്തായാലും നെടുമങ്ങാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വളരെ കാലമായി, ഏകദേശം 2 ആഴ്ചയിലധികമായി ഇവിടെ സംഘർഷമുണ്ട്. അതിനു മുന്നും വലിയ രീതിയിൽ സംഘർഷമുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളിലും പോലീസ് ക്യാമ്പ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കഴിഞ്ഞ 2 ആഴ്ചയായി. എന്തായാലും ഈ സ്ഥലത്ത് ഈ സംഘർഷം നടത്തുന്നത് അനുവദിക്കാനാകില്ല എന്നുള്ളതാണ്. എന്തായാലും ആൾ പാർട്ടി മീറ്റിംഗ് അടക്കം, സർവകക്ഷി യോഗം അടക്കം വിളിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നിലവിൽ പോലീസിന്റെ തീരുമാനം. സ്കൈൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.